ശബരിമല സ്വർണ്ണക്കൊള്ള ജനഹിതത്തെ ബാധിക്കുമെന്ന് കോന്നിയിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. കോന്നി ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. DCC അധ്യക്ഷനാണ് ഇക്കുറി കോന്നിയിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആൾ. എങ്ങനെ പോകുന്നു പ്രചാരണങ്ങൾ? കോന്നി നിയോജക മണ്ഡലത്തിൻ്റെ ചാർജാണ് ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ പ്രസിഡൻ്റായതിനു ശേഷം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കാര്യത്തിനും ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ മണ്ഡലവുമായി നല്ല ബന്ധം തന്നെയാണുള്ളത്. എന്തൊക്കെയാണ് രാഷ്ട്രീയപരമായി അനുകൂലമായ ഘടകങ്ങൾ? കഴിഞ്ഞ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ കൂട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിറ്റ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു. ഒരു കാലത്ത് കൊണ്ടാകാത്ത വിധം UDF ഒരു തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. കാരണം ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ മുഴുവൻ വെറുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെയാണ് കുതിച്ചു കയറുന്നത്. ഉമ്മൻചാണ്ടി സാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 1 കിലോ അരിയുടെ വില 34 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 65-66 രൂപ കൊടുക്കണം. അങ്ങനെ എല്ലാ രീതിയിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനത്തിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നു. വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും എല്ലാം വഞ്ചിച്ചിരിക്കുന്നു. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ? ശബരിമല തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ പോയി. ഈ നിയോജക മണ്ഡലത്തെ തന്നെ പ്രതികരിച്ച മുൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം ഉൾപ്പെടെ ഈ ജയിലിൽ പോയിട്ട് പാർട്ടിയിൽ നിന്ന് യാതൊരു നടപടിയും എടുക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല, CPMന് കഴിഞ്ഞില്ല. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിമല പമ്പ കോളേജിലെ മുൻ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ് സതീഷ് കൊച്ചുപറമ്പിൽ. ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ അനുകൂലമായ രാഷ്ട്രീയ ഘടകങ്ങൾ ഏറെയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും ഒപ്പം തന്നെ UDF വിലയിരുത്തുന്നത്. CK ലാൽ, മാതൃഭൂമി ന്യൂസ്.